പട്ട, ഗ്രാമ്പു, ഏലക്ക, സാജീരകം, പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ബീഫ് വേവിച്ചെടുക്കുക. എല്ലാ മസാലപ്പൊടികളും ഇതിൽ ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടക്കം ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു നെയ്ച്ചോറ് തയ്യാറാക്കുക. സവാള വഴറ്റിയെടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു അല്പം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വന്നാൽ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബീഫ് അപ്പോഴേക്കും വിസിലായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും സവാള വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, മല്ലിയില, പുതിന, തക്കാളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം വെന്തിരിക്കുന്ന നെയ്ച്ചോറിലേക്ക് ഈ ബീഫ് മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി നെയ്ച്ചോറ്. പട്ട